ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ഉച്ചതിരിഞ്ഞപ്പോൾ വൈദേഹിയുടെ അടുത്ത് പോയതായിരുന്നു ജീവൻ. സ്ഥിരം അവർ കണ്ടുമുട്ടാറുള്ള ബീച്ച് സൈഡിലെ ഒരു റിസോർട്ടിലായിരുന്നു ഇരുവരും. ഞാനൊരു കാര്യം പറഞ്ഞ ജീവൻ കേൾക്കുവോ? നഗ്നരായ ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം പുണർന്നുകൊണ്ട് കിടക്കുന്ന സമയത്ത് വൈദേഹി ജീവനോട് ചോദിച്ചു. പിന്നെ കേൾക്കാതെ? സുഖകരമായ ആലസ്യത്തിൽ കിടക്കുന്ന ജീവൻ പറഞ്ഞപ്പോൾ വൈദേഹിയുടെ മുഖത്തൊരു കൗശല ചിരി വിരിഞ്ഞു. അവൻ കാണാതെ അവൾ അത് വിദഗ്ധമായി മറക്കുകയും ചെയ്തു. അതുണ്ടല്ലേ ജീവ, അവളുടെ ശല്യമൊക്കെ ഇപ്പം തീർന്നില്ലേ? എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു നാട്ടിൽ നമുക്ക് തനിച്ച് ജീവിക്കണമെന്ന്. അവിടെ ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വരാൻ പാടില്ല. എൻ്റെ അച്ഛനും ജീവന്റെ വീട്ടുകാരും അങ്ങനെ ആരും. വൈദേഹി പറഞ്ഞു കേട്ടപ്പോൾ ജീവനും നിശബ്ദനായി. അങ്ങനെ പോയ എങ്ങനെയാ വൈദേഹി? ഇവിടെ നമ്മുടെ ഫൈനാൻസ് ഒക്കെ ഇല്ലേ? പിന്നെ ഈ നാട് വിട്ടു പോലെന്നൊക്കെ പറഞ്ഞാൽ ജീവൻ അത്ര സുഖകരമായി തോന്നിയില്ല. നമുക്ക് ഇവിടെ തന്നെ വീടെടുത്ത് താമസിച്ചാൽ പോരെ? അവിടേക്ക് എൻ്റെ വീട്ടുകാരെ അടുപ്പിക്കണ്ട, നിന്റെ വീട്ടുകാരെ അടുപ്പിക്കണ്ട, കാര്യം കഴിഞ്ഞില്ലേ? ജീവന്റെ ഐഡിയ ആയിട്ട് വൈദേഹി പല്ലടിച്ചു. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ വളച്ചൊടിച്ച് ഈ വഴിക്ക് എത്തിക്കുമ്പോൾ അവന്റെ ഒരു തൊലിഞ്ഞ ഐഡിയ. അവൻ ഈ നാട്ടിൽ നിന്ന് മാറ്റിയാലേ ബാക്കി കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെ നടക്കുകയുള്ളൂ. വൈദേഹി അവന്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോയിക്കൊണ്ട് പിണങ്ങി മാറിക്കിടന്നു. അയ്യോ, അപ്പോഴേക്കും പിണങ്ങിയോടി പോലെ തിരിഞ്ഞെടുക്കുന്ന വൈദേഹിയെ ജീവൻ ബലം പ്രയോഗിച്ച് ആദ്യത്തെ പോലെ തന്നെ കിടത്തി. എന്റെ പൊന്നിന് എന്താ വേണ്ടത്? നമുക്ക് ഈ നാട് വിട്ടു പോകണം, അത്രയല്ലേ ഉള്ളൂ. പോവാം, എവിടേക്ക് വേണേലും പോവാം. അതും പറഞ്ഞ് ജീവനോടെ വയറിലൊന്ന് ഇക്കിളിയാക്കി. അത് രസിച്ചു എന്ന പോലെ വൈദേഹി പൊട്ടിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ ജീവന്റെ മനസ്സ് നിറഞ്ഞു. വീണ്ടും രണ്ടാളും ഒന്നു ചേരുമ്പോൾ ജീവന്റെ മനസ്സ് നിറയെ വൈദേഹിയോടുള്ള പ്രണയമാണെങ്കിൽ വൈദേഹിയുടെ ഉള്ളിൽ ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നീക്കാമെന്ന ആലോചനയിലായിരുന്നു. എടി ഏമേ, നിന്റെ മോൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞടി, ഞാൻ അങ്ങോട്ട് പോവാ. ഇന്ന് അവളുടെ അവസാനമായിരിക്കും. ഫോണും പിടിച്ച് പുറത്തുനിന്ന് ഓടി വന്ന വസന്തൻ കാറിന്റെ കീ എടുത്ത് പുറത്തേക്ക് ഓടി. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഹേമവാതിലും പൂട്ടിയാളുടെ പിന്നാലെ ഓടി. നമ്മുടെ ചന്ദ്രന്റെ മോളിലെ ആ ഡാൻസുകാരി പെണ്ണ്, അവളുടെ കൂട്ടുകാരി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ആ പെണ്ണ് വിളിച്ചു പറഞ്ഞാണത്രേ. ഇവരെ കൊണ്ട് പണ്ട് PSC കോച്ചിങ് ഒരുമിച്ച് പോയിരുന്നല്ലേ, അങ്ങനെ പരിചയമുണ്ട്. വസന്തം പറയുന്നൊന്നും ഹേമയുടെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആവണിയൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവർക്ക്. വസന്തൻ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയും കൂടെ അവർക്കുണ്ടായിരുന്നു. കുറച്ചു ദൂരം കാർ ഓടി ആവണി താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അവിടെ എത്തി. ഉച്ച സമയമാണ്, പുറത്തുനിന്ന് ആരെയും കാണുന്നില്ല. വസന്തൻ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി വാർഡന്റെ ഓഫീസിനടുത്തേക്ക് ഓടി. സെക്യൂരിറ്റി പുറകെ വന്ന് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും വസന്തൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഊണഴിക്കാൻ പോയ വാർഡൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്റെ മോളവിടെ? തന്റെ മോളോ? അതിന് താനാരാ? വസന്തനേക്കാൾ വലിയ പുള്ളിയായ വാർഡർ ടെറർ മൂടിൽ തന്നെ നിന്നു. ആവണി, അവൾ എന്റെ മോളാ. വീട്ടിൽ നിന്നൊന്നും പറയാതെ ഇറങ്ങിപ്പോന്ന അവളെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറക്കി വിട്. ആവണിക്ക് വസന്തന് മുഖസാദൃശ്യമുള്ളതിനാൽ ആവണി മുന്നിൽ നിൽക്കുന്ന ആളുടെ മകളാണെന്ന് വാർഡന് മനസ്സിലായി. ആരൊന്നും പറയാതെ ആവണിയെ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ചു. ഒപ്പം തന്നെ വിനീതിന്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോണെടുത്ത് അവിടെ നീങ്ങി. വിനീതിനെ ലൈനിൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ ആവണി പുറത്തേക്ക് വന്നിരുന്നു. അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ആൾക്ക് വലിയ ഞെട്ടിലൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും അധിക നാളൊന്നും ഈ നാട്ടിൽ അച്ഛനും അമ്മയും അറിയാതൊന്നും മാറിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം. പക്ഷെ ഇപ്പൊ ഇവരെന്തിനായിരിക്കും വന്ന്? ഇനി ആളോട് ഒത്തുപോകാൻ പറയാനോ? അതിന് തനിക്ക് സമ്മതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി കാണില്ലേ? അപ്പോഴേക്കും വാർഡൻ വിനീതിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ പരിസരത്ത് എവിടെയോ ഉണ്ടെന്നും അവൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് എത്താമെന്ന് അവരോട് പറഞ്ഞു. എന്താ? തികഞ്ഞ അപരിചിതരോടെന്ന പോലെ ആവണി ചോദിച്ചപ്പോൾ വസന്തൻ പല്ലിയടിച്ച് അവളെ തല്ലാനായി ചെന്നു. അവളെന്നാൽ ഒഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിന്നതേയുള്ളൂ. അവളുടെ നോട്ടം കണ്ടപ്പോൾ വസന്തൻ തല്ലാൻ ഉയർത്തി കൈപ്പതിയെ താഴ്ത്തി. അപ്പോഴേക്കും അവിടെയുള്ള കുറച്ചു പേർക്ക് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തെ മൊത്തം നാണം കെടുത്താൻ ഇറങ്ങിയാണോടി നീ? മര്യാദക്ക് എന്റെ കൂടെ വന്ന കൊടുത്ത കേസ് പിൻവലിക്ക്, അല്ലെങ്കിൽ എന്റെ വേറെ മുഖം നീ കാണും. ആ ചെറുക്കൻ അവിടെ ആകെ ഭ്രാന്തി പിടിച്ച് നടക്കുക. അപ്പൊ അതാണ് കാര്യം. ആവണിയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇല്ല അച്ഛാ, നടക്കില്ല. പിൻവലിക്കാനല്ല കേസ് കൊടുത്ത്. ഭ്രാന്തി പിടിച്ച് നടക്കുകയാണെങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ അയാളെ മാത്രമല്ല, എന്നെ ഈ ഊരാക്കുടുക്കിലേക്ക് കൊണ്ടെത്തിച്ച സകലരെയും ഞാൻ കൊടുക്കും. അത് വസന്തനിട്ടൊരു കൊട്ടാണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. താൻ പറഞ്ഞ് കേൾക്കില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ ഹേമയുടെ കൈമുട്ടിനെ തട്ടിക്കൊടുത്തു. നോക്കി നിൽക്കാൻ നിന്റെ മോളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കടി. ഹേമ വേഗം മുന്നോട്ട് വന്നു. എൻ്റെ പൊന്നു മോളെ, നമുക്ക് ഈ കേസും കൂട്ടൊന്നും വേണ്ട. ഞങ്ങൾ കൂടെ വാ, പിന്നെയുള്ള കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം. മോളിങ്ങനെ വീട് വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്ത് കരുത്തും മോളെ. എൻ്റെ മോള് വാ, അമ്മയല്ലേ പറയുന്നത്. ഹേമ അതും പറഞ്ഞ അവളെ കൈ പിടിച്ച് വലിച്ചപ്പോൾ ആവണിയുടെ കൈ തട്ടി മാറ്റി. പിന്നെ നാട്ടുകാരും വീട്ടുകാരും. ഞാനവിടെ അടികൊണ്ട് അയാളുടെ തെറിവിളിയും കേട്ട അവസാനം എൻ്റെ കുഞ്ഞിനെയും കൂടി കൊന്നപ്പോൾ ഈ പറയുന്ന നിങ്ങളടക്കമുള്ള ആരെയും കണ്ടില്ലല്ലോ. ഇതുവരെ ഇല്ലാത്ത ഒന്നിനി എനിക്ക് വേണ്ട. ഇനി കേസ് പിൻവലിക്കാനും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. ആവണി അവസാനം പോലെ പറഞ്ഞിരുത്തിയപ്പോൾ വസന്തന് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് തന്തയും തള്ളിയും പറയുന്ന കേൾക്കാൻ വയ്യ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടത്തിച്ചു. വസന്തന്റെ അത്ര ആരോഗ്യം ആവണിക്കില്ല. ഇപ്പോൾ അവൾ ശാരീരികമായി വളരെ ദുർബലയുമാണ്.
അതുകൊണ്ട് അയാൾ വലിച്ചപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വസന്തൻ വലിച്ചിഴച്ച് അവളെ കാറിനടുത്തേക്ക് എത്തിച്ചു. അപ്പോഴേക്കും വിനീതിന്റെ വണ്ടി ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിലേക്ക് കയറി. അതെ, ഒന്നിന്നേ, എങ്ങോട്ടാ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു? അവളെ ഇവിടെ കൊണ്ടുവിട്ട ഞാനാ. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോകാൻ നോക്ക്. വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി വിനീത് അവിടെ അടുത്തേക്ക് വന്നു. വസന്തന്റെ കയ്യിൽ നിന്നും ആവണിയുടെ കൈ വിടുവിച്ച് ആളോട് നീങ്ങി നിൽക്കാനായി പറഞ്ഞു. വസന്തനാണെങ്കിൽ വിനീതിനെ പോലീസ് വേഷത്തിൽ കണ്ട അമ്പരപ്പിലായിരുന്നു. ഇവൻ പോലീസോ? എവിടുത്തെ പോലീസ്? എവിടുത്തെ പോലീസായാലും ഇവനാരാ എന്റെ മോളുടെ കാര്യം തീരുമാനിക്കാൻ? വിനീത് ഏത് വേഷത്തിൽ വന്നാലും വസന്തൻ ഇപ്പോഴും ആ പണ്ടത്തെ ആവണിയുടെ കാമുകൻ തന്നെയാണ്. ആ ഒരു ദേഷ്യം അയാൾക്ക് ഇപ്പോഴും അവനോടുണ്ട്. നീ ഒന്ന് മാറിക്കടാ ചക്ക, നീ ആരടാ എന്റെ മോളുടെ കാര്യം തീരുമാനിക്കാൻ? വസന്തൻ വിനീതിന്റെ നേരെ ആക്രോശിച്ചു. ഇതൊരു നടക്ക് പോയില്ലെന്ന് മനസ്സിലാക്കിയ വിനീത് അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഹോസ്റ്റലിന്റെ സെക്യൂരിറ്റി കെട്ടിടത്തിന്റെ പിന്നിലേക്ക് മാറി അയാളുടെ കവളിന് കുത്തിപ്പിടിച്ചു. ഡോ, അധികം കളിച്ച ആവണിയുടെ അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. താൻ ഒരുത്തം കാരണ ഇപ്പൊ ആ പെൺകുട്ടിക്ക് അവസ്ഥ വന്ന്. എന്നിട്ട് പിന്നെ അതിന് കൊല്ലാൻ കൊണ്ടിട്ട് കൊടുക്കാനാണോ? ദേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എങ്ങാനും അവളെ ഉപദ്രവിക്കാൻ നോക്കിയാണ്ടല്ലോ തന്നെ ഞാൻ മര്യാദക്ക് ഭാര്യയും കൂടി സ്ഥലം വിടാൻ നോക്കണോ? കവളിലെ വേദനയും വിനീതിന്റെ കണ്ണുരുട്ടിയുള്ള വർത്താനം കേട്ടപ്പോൾ വസന്തനാകെ പേടിച്ചു വരച്ചു. അയാളെ ഒന്ന് ഉലച്ചുകൊണ്ട് വിനീത് പിടിവിട്ടപ്പോൾ വസന്തൻ വേഗം അവിടെ നിന്ന് ഓടി. ആവണിയോ നോക്കുപോലും ചെയ്യാതെ വസന്തൻ ഹേമയും കൂട്ടി കാൽ കയറി തന്റെ വീട്ടിലേക്ക് പോയി. അച്ഛനോടും അമ്മയോടും അങ്ങനെ എതിർത്ത് പറഞ്ഞെങ്കിലും ആകെ പേടിച്ചു നിൽക്കായിരുന്നു ആവണി. വിനീത് അവിടെ അരികിലേക്ക് ചെന്നു. ആവണി പേടിക്കണ്ട, ജീവൻ അമ്മയും വരുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോകാനായി വരാം. വിനീത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴാണ് വാർഡിന്റെ വരവ്. സർ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഇത് ഒരുപാട് പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ ആയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ കുട്ടിയോട് നിർത്താൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. വിനീതിന് അവരോട് തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവർ ആവണിയുടെ ബാഗ് പോയി എടുത്തുകൊണ്ട് വരാനായി പറഞ്ഞു. അഡ്വാൻസ് ആയി കൊടുത്ത പൈസ വാർഡൻ വിനീതിന് തിരികെ നൽകി. ആവണി തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് തന്നെ വായോ, പിന്നീട് നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന്. വരാൻ കൂട്ടാക്കാൻ നിൽക്കുന്ന ആവണിയോട് കുറച്ച് കടുപ്പത്തിൽ വിനീത് പറഞ്ഞപ്പോൾ അവൾ വണ്ടിയിലേക്ക് കയറി. വൈദേഹി കൊടുത്ത ധൈര്യത്തിൽ സ്റ്റേഷനിൽ പോകാനിരിക്കായിരുന്നു ജീവൻ. പിറ്റേന്ന് രാവിലെ തന്നെ ഒരു പോലീസ് ജീപ്പ് ജീവന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. വനിതാ പോലീസ് അടക്കമുള്ള കുറച്ച് പോലീസുകാർ ജീവന്റെ വീട്ടിലേക്ക് കയറി. കുറെ കരഞ്ഞും ബഹളം വെച്ചും സുമതിയും ജീവനും നിന്നെങ്കിലും പോലീസുകാർ പിടിച്ച പിടിയാലെ രണ്ടെണ്ണത്തിനെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളുടെ വീട്ടിൽ നിന്ന് ഗീതയും സുധാകരനെല്ലാം കാണുന്നുണ്ടായിരുന്നു. സുധാകരൻ ഓടിച്ചെന്ന് പോലീസുകാരോട് കാര്യം അന്വേഷിച്ചു. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് ആവണി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ നെഞ്ചിൽ കൈവച്ചു പോയി. ജീവന് വൈദ്യയെ വിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. പക്ഷേ SIക്ക് തങ്ങൾ അറിയാലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു അവൻ. അയാൾക്കന്ന് കുറെ പൈസ കൊടുത്താണല്ലോ, ആ നന്ദി എന്തായാലും കാണിക്കാതിരിക്കില്ല. ചിലപ്പോൾ കേസ് കൊടുത്ത കാരണം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. പോലീസ് ജീപ്പിൽ ഇരുന്നിട്ടും സുമതി തന്റെ സാമർത്ഥ്യം ഒട്ടും തന്നെ കുറച്ചില്ല. വാതോരാതെ ആവണിയെ അവർ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം കൂടെയുള്ള വനിതാ പോലീസുകാരിക്ക് സുമതി ആവണിയെ വിളിക്കുന്നതിന്റെ അപ്പുറമുള്ള ചീത്ത വിളിച്ചു കൊടുക്കേണ്ടി വന്നു. അവരുടെ വായൊന്ന് പൂട്ടാൻ. സ്റ്റേഷനിലെത്തിയപ്പോൾ SI ജീവനെ കണ്ട ഭാഗം പോലും കാണിച്ചില്ല. ജീവനെന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ SIയുടെ വായിൽ നിന്ന് നല്ല ആട്ട് കിട്ടുകയും ചെയ്തു. അതോടുകൂടി താൻ പെട്ടുകഴിഞ്ഞു എന്ന് ജീവന് മനസ്സിലായി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴുള്ള ആത്മവിശ്വാസമൊക്കെ ജീവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ പേടിയോടെ ചുറ്റും നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആവണിയും കൂട്ടി വിനീത് അവിടെ എത്തി. കൂടാതെ അവിടുത്തെ സർക്കിളിലെ CIയും. ആവണിയും വിനീതിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ജീവനൊന്ന് പല്ലുകടിച്ചു. വിനീതിന്റെ ഒരു ഫോട്ടോ കല്യാണത്തിന് മുമ്പ് തന്നെ ആവണി അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് പെട്ടെന്ന് ആളെ മനസ്സിലായി. പക്ഷെ ഇപ്പോൾ പല്ലുകടിക്കല്ലാതെ അവളൊന്നും പറയാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലായി. എല്ലാം താൻ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത്. അവരെ നോക്കാതെ ജീവൻ മുഖവും താഴ്ത്തി നിന്നു. ആവണിയുടെ കൈവശം തന്നെ ജീവൻ ഉപദ്രവിച്ചുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. കൂടാതെ ആലീസ് ഡോക്ടർ വന്ന സുമതിയും ജീവൻ ഹോസ്പിറ്റലിൽ വെച്ച് ആവണിയെ ചീത്ത വിളിച്ചും ശാരീരികമായി ഉപദ്രവിച്ചും അതിന്റെ രേഖകളും കാണിച്ച് നേരിട്ട് സാക്ഷിയും പറഞ്ഞു. അതിന്റെ കൂടുതൽ വസന്തനെയും അമ്മയും കൂടെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇത്രയും ക്രൂരതകൾ സ്വന്തം മകൾ അനുഭവിച്ചിട്ടും പിന്നെയും ജീവന് തന്നെ വിട്ടുകൊടുക്കാൻ പോയ അച്ഛനെയും അമ്മയും CI കണക്കറ്റ് ചീത്ത വിളിച്ചു. ജീവൻ അമ്മയും കൂടെ ചെയ്ത തെറ്റിന് 498A പ്രകാരമുള്ള 3 വർഷം തടവും പിഴയും ലഭിക്കുമെന്ന് ആവണിക്ക് മനസ്സിലായി. അതറിഞ്ഞോടെ സുമതി വീണ്ടും നെഞ്ചത്തടിയും നിലവിളിയുമായി. ജീവനും പരിഭ്രമത്തോടെ എല്ലാവരെയും നോക്കി. മുഖത്തൊരു ഇറ്റുപോലും ദയവില്ലാതെ ആവണി നിൽക്കുകയാണ്. എന്റെ പൊന്നു മോളെ, നീ പറയുന്ന എന്ത് വേണേലും ചെയ്യാം. എന്നെ എന്റെ മോനെ ഒന്ന് വെറുതെ വിടാൻ പറയടി. ഈ വയസ്സിൽ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഇനി ഒരു കാലത്ത് ഒരു ശല്യത്തിനും ഞാനും എന്റെ മോനും നിന്റെ അടുത്തേക്ക് വരില്ല. ആവണിയുടെ അടുത്ത് നിന്ന് സുമതി കരഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോൾ ആവണിയുടെ മുഖത്തൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. തന്നെ ഇത്ര നാൾ ഉപദ്രവിച്ച അമ്മയുടെയും മകന്റെയും മുഖത്ത് നോക്കി ഒരുപാട് ചീത്ത വിളിക്കണമെന്ന് ആവണിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ചെയ്താൽ താനും അവരുടെ അത്രയും നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്ന ബോധ്യമുള്ളതിനാൽ അവളൊന്നും മിണ്ടിയില്ല. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ജീവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നേരെ അവളുടെ കാലിലേക്ക് വീണു. അവൾ വേഗം അവിടുന്ന് മാറി. ജീവൻ അപ്പോൾ കരഞ്ഞുകൊണ്ടുപോയി എഴുന്നേറ്റു. തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ട്. എന്നോട് നീ ക്ഷമിക്കണം ആവണി. ഇനി ഒരു തരത്തിലും ഒരിക്കലും നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. എന്നെ ഒന്ന് വെറുതെ വിടണം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ. കോപ്പ് കൈകളോടെ ജീവൻ പറയുന്ന കേട്ടപ്പോൾ ആൾ വിനീതിനെ നോക്കി. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആളും അവന്റെ പിറകെ ചെന്നു.
എന്താ അവണി, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിട്ടുണ്ടായിരുന്നു. വിനീതേട്ടാ, ഈ കേസിനെയും കൂട്ടത്തിനെയും ദുഷിക്കുന്ന ഓർമ്മകളുടെയും പുറകെ നടക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, സമയമില്ല. എൻ്റെ കുഞ്ഞു പോയി, ഇനി അതിന് വലിയ സങ്കടമൊന്നും എനിക്ക് വരാനില്ല. ഞാൻ കുറച്ച് കണ്ടീഷൻസ് വെക്കും, അതിനയാൾ തയ്യാറാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കും. അവണി പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ആലോചിച്ചപ്പോൾ അവൾ പറയുന്നതിലും ശരിയുണ്ടെന്ന് അവന് തോന്നി. എത്ര നാളെന്ന് വെച്ച് ഇതിന്റെ പുറകെ നടക്കാനാണ്? അവസാനം അവൾക്ക് അനുകൂലമായി എല്ലാം വന്നാലും അതിനകം തന്നെ കുറെ സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാവും. നിന്റെ കാര്യമാണ് ആവണി, എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു ഉറപ്പ് മതിയായിരുന്നു അവൾക്ക്. ആവണി വിനീതിനൊപ്പം തന്നെ ഉള്ളിലേക്ക് കയറി. അപ്പോഴും ജീവനും സുമതി അവരുടെ നേരെ കൈകൂപ്പി നിൽക്കുകയാണ്. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് സിയ അവളോട് ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. ഇല്ല സർ, പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ഇവർ അംഗീകരിച്ചാൽ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അംഗീകരിച്ചാൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ എൻ്റെ തീരുമാനം. ഡോ, താനും താനാമ ഈ കുട്ടി പറയുന്നതിൽ അനുസരിക്കാൻ തയ്യാറാണോ? ആ, തയ്യാറാണ് സർ. ഇനി എന്ത് ഗുലുമാരാണാവെന്ന് അറിയില്ലെങ്കിലും ജയിലിൽ പോയി കിടക്കണ്ടല്ലോ എന്നോർത്ത് ജീവൻ അതിനും സമ്മതം പറഞ്ഞു. സുമതിക്കും സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം. ആവണി ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ ജീവന്റെ മുഖവും തെളിഞ്ഞു. അല്ലെങ്കിൽ ഇവളെനി ആർക്ക് വേണം? ഇവളൊന്ന് ഒഴിവാക്കാനായി നീ തത്രപ്പാട് മുഴുവൻ പെട്ടത്. പൊട്ടി, ഇവൾക്ക് ഡിവോഴ്സ് വേണത്രേ. ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ജീവൻ അത് കടിച്ചു പിടിച്ച് നിന്നു. ഡിവോഴ്സ് ഒക്കെ തരാം, ശരി, എന്നാ നിങ്ങൾ പോയിക്കോട്ടെ സാറേ. നല്ല കുട്ടിയായി ജീവൻ പറഞ്ഞപ്പോൾ ആവണി അവനെ കൂർപ്പിച്ച് നോക്കി. ഇയാൾ അങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാ? എനിക്ക് പറയാനുള്ള കഴിഞ്ഞില്ല. ഡിവോഴ്സ് മാത്രമല്ല, വിവാഹ സമയത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണവും പണവും പിന്നെ എന്തൊക്കെ ഞങ്ങൾ അവിടെ ചെലവാക്കിയിട്ടുണ്ട്, അതെല്ലാം നയാ പൈസ പോലും കുറയാതെ 1 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തരണം. പിന്നെ ഇത്രയും നാൾ എൻ്റെ ചവിട്ടി തേച്ചതിന് അത്രയും നഷ്ടപരിഹാരം കണക്കാക്കി അതും തരണം. സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഈ കേസ് പിൻവലിക്കാം, ഇല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോകും. കൈകൾ നെഞ്ചത്ത് കെട്ടി ആവണി പറയുന്ന കേട്ടപ്പോൾ വിനീതടക്കമുള്ള പോലീസുകാരുടെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. ജീവനാണെങ്കിൽ വിളറി വെളുത്ത് നിന്നു. ഇത്രയും തുക ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ് അവന് തലകറങ്ങുന്ന പോലെ തോന്നി. അവനൊന്ന് മനസ്സിൽ കണക്കൂട്ടി നോക്കി. അവളുടെ വീട്ടിൽ നിന്ന് തന്നെ 50 രൂപ, പിന്നെ അവിടുന്ന് തൻ്റെ അമ്മയുടെയും ശല്യം സഹിക്കാൻ പറ്റാതെ കൊണ്ടുവന്ന വാഷിംഗ് മെഷീന്, AC, ഓവൻ, അലമാര, ഫ്രിഡ്ജ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ അതൊക്കെ വീട്ടിലുള്ളതിനാൽ നേരെ ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ കൊണ്ടുകൊടുത്ത് കാശ് മേടിക്കുകയാണ് ചെയ്തത്. കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ അത്ര വരില്ലെങ്കിലും എല്ലാം കൂടി ആവുമ്പോൾ നല്ലൊരു തുക വരും. പിന്നെ അതെല്ലാം പോരാ നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട്. അതിനി എത്രയാണാവും? അവനൊരു ആശ്രയത്തിനെന്നോണം സുമതിയെ നോക്കി. നീ എന്തിനാണ് എന്നെ നോക്കുന്നേ? നോക്കിയപാടെ സുമതി ജീവനെ നേരെ ചാടി. പിന്നെ നിങ്ങളെല്ലാം ഞാൻ ആരെ നോക്കാനാ? നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. സാറേ, 1 മിനിറ്റ്, എനിക്ക് അമ്മയോട് സംസാരിക്കണം, ഞാനിപ്പോ വരാം. സിയെ നോക്കി ജീവൻ പറഞ്ഞപ്പോൾ അയാൾ തലയാട്ടി. ജീവൻ സുമതിയുടെ കയ്യും പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു. വിടടാ എന്റെ കൈ, ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ എന്തിനാണ് വിളിക്കുന്നത്? ദേതാളെ സ്റ്റേഷനായി പോയി, അല്ലെങ്കിൽ വായി നല്ല കേട്ടനെ. നിങ്ങൾ ആളുകൊള്ളാലോ. ഞാൻ ഒപ്പിച്ചു വെച്ചെന്നോ? ഞാനെന്ത് ഒപ്പിച്ചു വെച്ചു എന്ന് എനിക്ക് കൈയും കുത്തി ജീവൻ അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ സുമതി അതിലും അമ്പരപ്പോടെ അവനെ നോക്കി. ആഹാ, നീ ആള് കൊള്ളാലോടാ മോനെ. ആ പെണ്ണിനെ ഇത്ര നാൾ ഉപദ്രവിച്ച അതിന്റെ ഗർഭം കറക്കിയിട്ട് ഇപ്പൊ നീ എന്ത് ചെയ്തു എന്ന് സുമതി കഷ്ടപ്പെച്ച് പറഞ്ഞപ്പോൾ ജീവൻ അവരുടെ മുഖം പിടിച്ച് ഭിത്തിയിൽ ഉരക്കാൻ തോന്നി. തള്ളെ, നിങ്ങളെ ഇത്രയും നാൾ എനിക്ക് എല്ലാത്തിനും ജയ് വിളിച്ച് കൂടുന്നു, എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഞാൻ ജയ് വിളിക്കുമ്പോ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോയത്? അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്ന്. നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ആ പെണ്ണ് പറഞ്ഞിട്ടങ്ങ് ചെയ്തു കൊടുത്തേക്ക്, എന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. ഈ വയസ്സാം കാലത്ത് എനിക്ക് വയ്യ സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങാൻ. ഞാനിത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അവളെന്ന സാധനങ്ങളുടെയൊക്കെ ഒരു പങ്ക് നിങ്ങളും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ അവൾക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ട്. ഒരു വഴിയില്ലെങ്കിൽ നിങ്ങളുടെ മോളെ കയ്യിലൊന്ന് കുറച്ച് സ്വർണ്ണമായി താ. സൂത്രത്തിൽ ജീവൻ കാര്യം പറഞ്ഞപ്പോൾ സുമതി അവനെ നേരെ ഒരു ആട്ട് വെച്ച് കൊടുത്തു. എന്റെ മോളുടെ അടുത്തുനിന്നോ ഒരു ആർത്തി പണ്ടാരത്തിന്റെ വീട്ടിലേക്ക് അവളെ കെട്ടിച്ചു വിട്ടും പോരാ, ഇപ്പോഴും ചടങ്ങുകൾ ബാക്കി കിടക്കുക. ആ തന്തയുടെ ചീത്ത ഇട്ടിട്ട് ആ പെണ്ണൊന്നും വിളിച്ച് കരച്ചില്ല. അങ്ങോട്ടൊന്നും കൊടുക്കാനില്ലാത്തോണ്ട് മിണ്ടാണ്ടിരിക്കുമ്പോ ഇനി അവളോട് ചെന്ന് ചോദിക്കാനോ? നീ പോയി നിന്റെ പണി നോക്കടാ. അവിടെ കയ്യോ കാലോ പിടിച്ചിട്ടാലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഊരി പോരാൻ നോക്കട്ടെ. ഇനി നീയായി നിന്റെ പാടായി. പിന്നെ അവളുടെ പണത്തിന്റെ പങ്കുപറ്റിയ കഥയും നീ പറയണ്ട. 3/4 ഭാഗവും നീ നിന്റെ ഫൈനാൻസിലേക്കല്ലാടാ തള്ളിയത്. പോയി അവിടുന്ന് എടുത്തുകൊണ്ട് വാടാ. അല്ലേ നിന്റെ കൂട്ടുകാരി ആരും എംബയുണ്ടല്ലോ, അവളോട് പോയി ചോദിക്ക്. സുമതി കൈയൊഴിഞ്ഞ കണ്ടപ്പോൾ ജീവൻ തലയും ചൊറിഞ്ഞു നിന്നു. തള്ളയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പിടിവിട്ട് വല്ലതും പറഞ്ഞു പോയാൽ തള്ളയുടെ കാര്യം നോക്കി പോവും. ഞാൻ ഒറ്റക്കാൽ പാടുവിടേണ്ടി വരും. പെണ്ണുങ്ങൾ കൂട്ടിപ്രതികളായി കൂടെ ഉണ്ടായാൽ ഊരിപ്പോരാൻ നല്ലതാണ്. അമ്മ പറഞ്ഞ പോലെ വൈദ്യയോട് തന്നെ ചോദിച്ചു നോക്കാം, അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. അകത്തേക്ക് കയറിപ്പോവാൻ സുമതി അവൻ കൈപിടിച്ച് നിർത്തി. അമ്മ നിൽക്ക്, അതിനുള്ളിൽ പോയൊരു വിടുവായത്ത് പറയാൻ നിൽക്കണ്ട, ഞാനെന്തെങ്കിലും വഴിയുണ്ടോളാം. ജീവൻ പറഞ്ഞപ്പോൾ മുഖമൊന്ന് വെട്ടിച്ചെങ്കിലും സുമതി അവൻ്റെ കൂടെ തന്നെയാണ് ഉള്ളിലേക്ക് കയറിയത്. സാറേ, ഞാൻ റെഡിയാ. അവൾ ചോദിച്ച സ്വർണ്ണം പണം കൊടുത്തോളാം, കൂടാതെ അവൾ ചോദിക്കുന്ന നഷ്ടപരിഹാരമൊക്കെ കൊടുത്തോളാം. സിയ ആവണി നോക്കിയപ്പോൾ അവൾ ശരിയെന്ന് തലയാട്ടി. പിന്നെ സാറേ, അയാൾ ഇതും പറഞ്ഞ് ഇവിടുന്ന് പോകും. 2 ആഴ്ച, അതിനുള്ളിൽ ഞാൻ ചോദിച്ച മുഴുവൻ കിട്ടിയിരിക്കണം. അത് സാറ് തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം. ആവണി പറഞ്ഞപ്പോൾ പല്ലടിച്ചിട്ടാണെങ്കിൽ ജീവൻ അതിനും തലയാട്ടി.
അങ്ങനെ സിയയുടെ മുമ്പാകെ 2 ആഴ്ചക്കുള്ളിൽ ആവണിയുടെ പണവും സ്വർണവും കൂടാതെ അവൾ നഷ്ടപരിഹാരമായി ചോദിച്ച തുകയും ഗൃഹോപകരണങ്ങളുടെയും അങ്ങനെ എല്ലാറ്റിനെയും വില കണക്കായി കൊടുക്കാമെന്ന് അവൻ എഴുതി ഒപ്പിട്ടു കൊടുത്തു. എല്ലാറ്റിനും മൂകരായി വസന്തനും ഹേമയും നിന്നു. സ്റ്റേഷനിൽ നിന്ന് ആവണി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് ജീവനും സുമതി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ മുടിഞ്ഞു പോവടി. ആവണി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തലയിൽ കൈവച്ച് ജീവൻ മനസ്സറിഞ്ഞെന്ന് പ്രാഗി. ഞാനങ്ങ് സഹിച്ചോളാം. അത് ഇനി ഇതിൽ കൂടുതൽ ഇന്ന് മുടിയാനിരിക്കുന്നു. തൻ്റെ കൂടെ നിൽക്കുമ്പോണ്ടായ മുടിച്ചിരുന്നും ഇനി എനിക്ക് വരാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. എടുത്തടിച്ച പോലെ ആവണി മറുപടിയും കൊടുത്തു. ജീവനാകെ എളിപ്പിനായി നിന്നുപോയി. സ്റ്റേഷന്റെ പുറത്തിറങ്ങിയ ആവണി തന്നെ പേടിക്കുമെന്നാണ് ജീവൻ കരുതിയത്. എന്താവണിയോടെ പുറത്തേക്ക് വന്ന വിനീത് 2 ആളും കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു. ഒന്നില്ല വിനീതേട്ടാ, ഒരു മുടിച്ചിലിന്റെ കണക്ക് പറഞ്ഞ. എന്തേ ബാക്കി കഥ പറയാൻ ഞാനങ്ങ് വരണോ? വിനീത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭാവിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സുമതി ജീവനെ തോണ്ടി വിളിച്ചു. ഓക്കെ ഭ്രാന്തന്മാരാടാ, ഒന്നിനും നിൽക്കണ്ട. ഇനി അവിടുന്ന് വല്ലതൊക്കെ പറഞ്ഞ് അടുത്ത പണി വാങ്ങിക്കണമെന്ന് കരുതി ജീവന്റെ കൈയും പിടിച്ച് സുമതി അവിടുന്ന് നടന്ന് നീങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.